പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നത്. വകാന മുത്തകിഅൻ ഫജലസ്, നബി തങ്ങൾ ചാരി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, തങ്ങളുടെ നേരെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അലാ വശഹാദത്തസ്സൂർ, മനുഷ്യന്മാർക്കെതിരെ അന്യായമായി കേസ് കൊടുത്തിട്ട് ഞാനതിന് സാക്ഷിയാണ് എന്ന് പച്ച നുണ പറഞ്ഞ് സാക്ഷി നിൽക്കുന്നത്. അലാ വഖൗലസ്സൂർ, പച്ച നുണ പറഞ്ഞുകൊണ്ട് സാക്ഷി പറയുന്നത്. ഫമാസാല യുകർറിറുഹാ, തങ്ങളതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സുഹാബിമാര് വിചാരിച്ചു, ലൈതഹു സകത്, തങ്ങളൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമാർ. നുണ പറഞ്ഞ് സത്യം ചെയ്യരുതേ, നുണ പറഞ്ഞ് സത്യം ചെയ്യുന്നത്, നുണസാക്ഷി നിൽക്കുന്നത്, കള്ളസാക്ഷി നിൽക്കുന്നത് അത്രമേൽ വലിയ കുറ്റമാണെന്ന് പുണ്യനബി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ചാരിക്കിടന്നിരുന്ന നബിതങ്ങൾ നിവർന്നിരുന്ന് ഗൗരവത്തോടുകൂടെ ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത്. മഹാനായ ഹബീബായ നബി തങ്ങൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കെതിരെ നടക്കുന്ന അന്യായങ്ങളിൽ കാശ് കിട്ടാൻ വേണ്ടിയെങ്കിലും കള്ളസാക്ഷി പറയുന്ന ആളുകൾ നമ്മൾ എത്ര കേസുകൾ കാണുന്നു നമ്മുടെ കേരളത്തിൽ. പിന്നെ പറയും സാക്ഷി മുങ്ങി, സാക്ഷിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയും, ചിലപ്പോൾ സാക്ഷി പിൻവലിഞ്ഞു എന്ന് പറയും. എന്തോ ആകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ കഴിവുകളെ ഐഡന്റിഫൈ ചെയ്യുന്നു. സ്വഹാബികളിൽ ഓരോരുത്തരും നബി തങ്ങൾ പേരെടുത്ത് പറയാറുണ്ട്, ഇന്ന ആൾ ഇന്ന കഴിവുള്ള ആളാണ്. അഖ്ലാഖും അലി, അഖ്റഉകും ഉബൈ, വഅലമുകും ബിൽ ഫറായിദ് മുആദ് ഇബ്നു ജബൽ, വഅശ്ജഉകും ഖാലിദ്. സ്വഹാബികളുടെ പേരെടുത്ത് പറഞ്ഞ് അവരിൽ വ്യത്യസ്തങ്ങളായ കഴിവുള്ള ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐഡന്റിഫൈ ചെയ്യുമായിരുന്നു. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമുക്കൊക്കെ ഒന്ന് സഹകരിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? കുറേ കാലമായി അങ്ങനെ സ്വലാത്തൊക്കെ ചൊല്ലിയിരുന്നിട്ട്. അപ്പോൾ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ആരും അടുത്തുള്ള കസാലയൊന്നും വലിക്കരുത്, അവിടെ തന്നെ ഇരിക്കാനുള്ളതാണ്. എന്ത് ചെയ്യുക, ഒന്ന് ഊര് വലിഞ്ഞ് കൈയൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കി, നല്ല സുഖം ഉണ്ടാവും. അവനാൻ്റെ കൈയാണ്, പൊക്കിക്കോളി, വെറുതെ പിശുക്കണ്ട. കൈയും കാലൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ചെറിയൊരു എക്സസൈസൊക്കെ. ഈ കൈ ഇങ്ങനെ ആക്കിയാൽ തന്നെ ഹൃദയത്തിലേക്ക് പോകുന്ന ഞരമ്പുകളൊക്കെ ക്ലിയർ ആവുന്ന, ഹാർട്ട് ബ്ലോക്ക് വരില്ല എന്നൊക്കെ പറയില്ല. ഇങ്ങനെ ചെറിയൊരു എക്സസൈസ് ചെയ്താൽ, അത് ചെയ്യണത് എക്സസൈസിൻ്റെ നേരമല്ല, എന്നാലും പറയാം. അപ്പോൾ ഒന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കട്ടെ. നമ്മുടെ മക്കൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുക, 100-300 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിലെ 327 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 6 മാസത്തേക്ക് ഒരു കുട്ടിക്ക് 24,000 രൂപ ചിലവുണ്ട്. 6 മാസത്തേക്ക്. അങ്ങനെ 6 മാസം കൂടെ കഴിയുമ്പോഴേ ഒരു കൊല്ലാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇപ്പോൾ 48,000 എന്ന് പറയണ്ടേ? അപ്പോൾ പറഞ്ഞു, സാറേ ഇവിടെ ഇപ്പോൾ വലിയ സംഖ്യ പറഞ്ഞാൽ അവരെ കൊണ്ടൊന്നും കഴിയൂല, അപ്പോൾ നമ്മൾ ചെറുതുമെന്ന് തുടങ്ങുക എന്ന് പറഞ്ഞൊരു 6 മാസത്തേക്ക് ഒരു കുട്ടിയുടെ ചിലവെങ്കിലും 327 മക്കളിൽ ഒരു കുട്ടിക്കുള്ള ചിലവ്. നമ്മൾ വീട്ടിലൊക്കെ ഇപ്പോൾ എത്ര ചിലവ് വഹിക്കുന്നത് നമ്മൾ. അപ്പോൾ എന്തെങ്കിലും പറ്റുന്നത്, ഒരു കുട്ടിയെ ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് ഓരോ മാസം ഒരു നിശ്ചിത തുക കൊടുത്തിട്ടെങ്കിലും എന്ത് ചെയ്യുക, അത് പൂർത്തി ഒരു നല്ല നിയ്യത്ത് ചെയ്യുക. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന മക്കളാണ്, അവർ ചെയ്യുന്ന അമല്, അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവർ ആർക്കൊക്കെ അത് അറിയിച്ചു കൊടുക്കുന്നു, അവരും അവരുടെ കുടുംബക്കാരും അവരെ സഹായിച്ചവർക്കൊക്കെ ഇതിൻ്റെ കൂലി കിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളുടെ ചിലവിലേക്ക് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സ് വെക്കുക. നമ്മുടെ നാട്ടിൽ വല്ല കല്യാണമോ സൽക്കാരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇസ്ലാമുൽ ഉലൂമിലെ മക്കൾക്ക് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ കഴിക്കോട്ടെ, അതൊക്കെ നിയ്യത്ത് ചെയ്യുക. ഏതായാലും നാട്ടിലൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു 100-300 കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലേ വേണ്ടൂ. അപ്പോൾ ഈ സ്ഥാപനം നമ്മുടെ ഓർമ്മയിൽ വേണം, നമ്മുടെ ചിന്തയിൽ വേണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചിലവിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊടുക്കണം. നമ്മുടെ സംഘാടകർ അതിനു വേണ്ടി നമ്മളെ ഇവിടെ സമീപിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത് ഖൈറിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിന്ന് 3 സ്വലാത്ത് ചൊല്ലുക, അതിനിടയ്ക്ക് പ്രൈസൊക്കെ ഒന്ന് പുറത്തെടുക്കുക, എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു സംഖ്യ പുറത്തെടുത്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഇരിക്കി ജസാക്കുമുല്ലാഹ് ഖൈർ, ജസാക്കുമുല്ലാഹ് ഖൈർ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ജൂതന്മാരിൽപ്പെട്ട 2 ആളുകളുടെ വിഷയത്തിൽ വിധി പറയാൻ വേണ്ടി ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ജൂതന്മാർ അന്ന് മദീനയിലുണ്ട്. നോക്കണം, ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയും ഇസ്ലാമിൻ്റെ ഒരു വിശാലതയും മനസ്സിലാക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം. ഇത് പഠിക്കാതെ എങ്ങനെ ഇസ്ലാം അത് ഇതെന്ന് പറഞ്ഞ് എതിർക്കുന്ന കുറച്ച് എക്സുകളുണ്ട്, കുറച്ച് വിവരമില്ലാത്തവരുണ്ട്. പഠിക്കണം എന്ന് പറയണം. അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ നമുക്ക് ഒരു പണിയും ചെയ്യാൻ നേരം ഉണ്ടാവില്ല. ഒരു ജഹൽ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ജാഹിലിങ്ങൾ മറുപടി കൊടുക്കാന്നൊക്കെ അവർ പഠിക്കട്ടെ. ഹബീബായ നബി തങ്ങൾ മദീനക്കാർക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ജൂതന്മാർ അവർ തൗറാത്തിനെ നിയമിച്ച് ജീവിച്ചോട്ടെ, ക്രിസ്ത്യാനികൾ ഇഞ്ചീൽ അനുസരിച്ച് ജീവിക്കട്ടെ, മുസ്ലിമീങ്ങൾ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് അവിടെ ജീവിക്കും എന്നല്ലാതെ അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമുള്ള നാടായിരുന്നു മദീന. ആ മദീനയെ പുണ്യനിബിതങ്ങൾ അത് ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ട് എല്ലാവർക്കും ഇസ്ലാം അങ്ങ് അടിച്ചേൽപ്പിച്ചു. അങ്ങനെ സംഭവം ഇല്ലാത്തത് എന്തിനാ പറയുന്നത്? ജൂതന്മാർ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു. എന്താ വിഷയം എന്നറിയോ? ഹദ്ദുൽ മുഹ്സൻ, ഇസ്ലാമിൽ വിവാഹം ചെയ്ത ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്താൽ അതിൻ്റെ ശിക്ഷ കോടതിയുടെ മുമ്പിലെത്തിയാൽ, ഒരാളങ്ങനെ വ്യഭിചരിച്ചു, അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തൗബ ചെയ്യുക, ആ പെണ്ണ് തൗബ ചെയ്യുക, ആ പുരുഷൻ തൗബ ചെയ്യുക, അള്ളാഹു പുറത്തു തരും. പടച്ചവൻ ഗഫൂറാണ്, റഹീമാണ്. അള്ളാഹു തആല യതൂബു അലാ മൻ താബ അലൈഹി, അള്ളാഹു തൗബ ചെയ്തവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും. പക്ഷേ ഇതൊരു കോടതിയുടെ മുമ്പിലേക്ക് വിഷയം വന്നാൽ പിന്നെ കോടതി ഇടപെടും. ആ ഇടപെടുന്ന നിയമം എറിഞ്ഞുകൊല്ലലാണ്. അത് ശരീഅത്തിന്റെ നിയമമാണ്. 5 പേരെ നബിതങ്ങൾ എറിഞ്ഞുകൊല്ലാൻ നബിതങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരിൽ 3 പേര് മുസ്ലിമീങ്ങളാണ്, 2 പേര് ജൂതന്മാരായിരുന്നു. ആ 2 ജൂതന്മാരുടെ വിഷയം, ആ വിഷയത്തിൽ ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 41 മുതൽ 47 വരെയുള്ള ആയത്തുകൾ ഈ ജൂതന്മാരുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. 2 പേർ മുതലാളിമാർ അവർ വ്യഭിചരിച്ചു. ആ വ്യഭിചാരം നടന്നു കഴിഞ്ഞതിന് ശേഷം അതൊരു പരാതിയായി കോടതിക്ക് മുമ്പിൽ വിഷയം വരികയാണ്. ജൂതന്മാരുടെ ഒരു ലജനയുണ്ട്, അവരുടെ ഒരു സംഘമുണ്ട്. അവരുടെ മുമ്പിൽ വിഷയം വന്നു. തൗറാത്തിന്റെ നിയമം, അന്നത്തെ കലർത്തപ്പെടാത്ത, കണ്ടാമിനേറ്റഡ് അല്ലാത്ത, മാനിപ്പുലേറ്റഡ് അല്ലാത്ത, ഒറിജിനൽ ജെന്യൂനായിട്ടുള്ള തൗറാത്തിന്റെ നിയമം ശരീഅത്തിന്റെ നിയമവും ഒരുപോലെയാണ്. എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലണം എന്ന അവിടുത്തെ നിയമം, അത് തൗറാത്തിലുണ്ട്. പക്ഷെ ഇവർ പണി ചെയ്തു. മുഹമ്മദ് നബി തങ്ങൾ വന്നത് ഭാരം ഇറക്കി വെക്കാനല്ലേ? അപ്പോൾ എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറഞ്ഞ വലിയൊരു നിയമം ചിലപ്പോൾ നമ്മൾ ജൂതന്മാർക്കൊന്ന് ലഘൂകരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നിയമം മുഹമ്മദ് നബി തങ്ങളോട് പോയി ചോദിക്കാം എന്നവർക്ക് തോന്നുകയാണ്. അവരുടെ തൗറാത്തിലുള്ള നിയമം എറിഞ്ഞു കൊല്ലണം എന്നാണ്. അതവർ മെല്ലെ കണ്ട് സൈഡാക്കി വെച്ചു. ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നു. ഖുർആൻ തങ്ങളോട് ആ വിഷയത്തെ പറഞ്ഞു, നബിയെ ഫഇൻ ജാഊക ഫഹ്കും ബൈനഹും ഔ അഅരിദ് അൻഹും. കുറച്ച് ആൾക്കാർ വരാൻ നിൽക്കുന്നുണ്ട്. ഒരു വരികയാണെങ്കിൽ വേണമെങ്കിൽ നബി നിങ്ങൾ വിധി പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ വിധി പറയണ്ട, അങ്ങയുടെ ഇഷ്ടം ചെയ്തോളൂ. കാരണം അവർക്കറിയാം നിയമം എന്താണെന്ന്. പിന്നെ അവരതിനെ മറച്ചു വെച്ചിട്ട് വരില്ലേ? അവർ സത്യം അംഗീകരിക്കാനൊന്നല്ലേ വരുന്നത്, അങ്ങയുടെ അടുത്തുനിന്ന് വല്ല ഇളവും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വരുന്നതാ. അങ്ങ് വേണമെങ്കിൽ നബി നിങ്ങൾ വിധി പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അങ്ങ് ഔ അഅരിദ് അൻഹും വഇൻ തുഅരിദ് അൻഹും ഫലൻ യദുറൂക ശൈഅ എന്നൊക്കെ ഖുർആൻ പറഞ്ഞ ഒരു മനോഹരമായൊരു പരാമർശമുണ്ട് അവിടെ. നബി തങ്ങളുടെ മുമ്പിലേക്ക് അവർ വന്നു. റസൂലുള്ളാഹി തങ്ങൾ ഈ വിഷയം വരുന്നുണ്ട്. ഇവർ ഹബീബിൻ്റെ മുമ്പിൽ കയറി വരുമ്പോഴേക്കും അവിടെ വഹി വന്നിട്ടുണ്ട് നബി തങ്ങൾക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂലു ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്ർ لا يحزنك الذين يسارعون في الكفر من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم ومن الذين هادوا سماعون لقوم آخرين لم يأتوك
يحرفون الكلم من بعد مواضعه يقولون إن أوتيتم هذا فخذوا وإن لم تؤتوه فاحذروا ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن يطهر قلوبهم لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. നബിയെ, സത്യം മറച്ചു വെക്കുകയും അസത്യം മാത്രം കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അങ്ങയുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് നബിയേ. സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്സ്. അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് അപഹരിക്കുകയും അത് അന്യായമായി തിന്നുകയും ചെയ്യുന്ന ആളുകൾ, നുണ മാത്രം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ. അങ്ങയുടെ മുമ്പിലേക്ക് അവർ വന്നാൽ ഫഹ്കും ബൈനഹും, അങ്ങ് അള്ളാഹുവിൻ്റെ നിയമമേതോ അതവിടെ നടപ്പാക്കിക്കോളൂ നബിയെ. ഔ അഅ്രിദ് അൻഹും, അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞോളൂ. വഇൻ തുഅ്രിദ് അൻഹും ഫലൻ യദുറൂക ശൈആ വഇൻ ഹകംത ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നബിയെ, സത്യവും ന്യായവും അദലും നീതിയും മാത്രമേ അങ്ങ് വിധി പറയാവൂ. റസൂലേ, അങ്ങയുടെ മുമ്പിലേക്ക് ഇവർ വന്നിരിക്കുന്നു. വന്ന വിഷയം ഇതാണ്: 2 വിവാഹം കഴിച്ച 2 പുരുഷന്മാർ, അവർ 2 പേരും വ്യഭിചരിച്ചു എന്ന വിഷയം തെളിഞ്ഞതാണ്. അവർക്ക് എന്ത് ശിക്ഷയാണ് നടപ്പാക്കേണ്ടത്? ആദ്യം പറഞ്ഞ ഹദീസ് അതാണ്: ലഹദ്ദുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറു സബ്താ. ആ ഹദീസ് ആരെങ്കിലും മനപ്പാടാക്കിയോ? ഓർമ്മയുണ്ടോ? പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു സമ്മാനം ഞാൻ കൊടുക്കാൻ മുട്ടി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു. തെറ്റാണ്ട് പറയണം. പറ്റുന്നൊരു വേഗം കൈപ്പൊക്കിക്കോളൂ. 1 മിനിറ്റിനകം കൈപ്പൊക്കണം, ഞാൻ റെഡിയാണ്. അപ്പോൾ എൻട്രി എടുക്കാം. വേഗം പറഞ്ഞോളൂ, പിന്നെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലേ. വേഗം പറഞ്ഞോളൂ. ലഹദ്ദുൻ എന്ന് തുടങ്ങുന്ന ഹദീസ് ആരുമില്ല? എന്നാ പോട്ടെ, വിട്ടു. ഓക്കെ, ഇല്ല, ഒരു 10 സെക്കൻഡും കൂടെ ഒന്നും കൂടെ പറഞ്ഞാൽ വേണേ ഞാൻ പറഞ്ഞു വെക്കാം. അതേ പറഞ്ഞു തരില്ല, ടൈം കഴിഞ്ഞു. ഓക്കെ, പറയണോ? ഒന്നുകൂടെ വേണ്ടല്ലേ? അങ്ങനെ ഒരു സ്പൂൺ ഫീഡിങ് അത് ശരിയല്ല. നിങ്ങൾ ഒറ്റക്ക് പഠിച്ചോളി. അപ്പോൾ ഹദീസുകൾ നമ്മൾ മനഃപ്പാഠമാക്കണേ, പറ്റുന്നതത്ര. മുതല്ലിമീങ്ങളോട് പറയാണ്, സാധാരണക്കാരോട് പറയല്ല. നമ്മളെ ആയത്തൊക്കെ നമ്മൾ കുറേയൊക്കെ മനഃപ്പാടാക്കും. ഹദീസും ഹിഫ്ള് ചെയ്യാനുള്ളതാണ് അല്ലേ? മത്തിനെങ്കിലും സനദും അതിൻ്റെ റവാഹു ആരാധന കിട്ടിക്കോണമെന്നില്ല. എന്നാലും ആ ഹദീസിൻ്റെ മത്തിനുകളെങ്കിലും ഏറെക്കുറെ നമ്മൾ പറ്റുന്നതൊക്കെ മനഃപ്പാടാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതൊരു നൂറാണെന്ന്. ഹദീസ് ഒരു നൂറാണ്, ഖുർആൻ നൂറാണ്. 2 വഹയല്ലേ? വഹി നമ്മുടെ കൽബിലുണ്ടാവണം. അത് കൽബിന് കിട്ടുന്നൊരു നൂറാണ്. അത് നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഫേസ്ബുക്കും ഇതൊക്കെയല്ലേ കയറുന്നത്. അപ്പം അതിന് പകരം കുറച്ച് നല്ലതൊക്കെ എന്തെയ്ക്കോട്ടെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴേ അവിടെ നൂറുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇരുളടഞ്ഞു പോകും. അള്ളാഹു നമ്മുടെ കൽബിന് അള്ളാഹു ബസീറത്ത് നൽകട്ടെ. അള്ളാഹു നൂറ് നൽകട്ടെ, ഇൽമ് നൽകട്ടെ, മഅരിഫത്ത് അള്ളാഹു നൽകട്ടെ. അള്ളാഹു അമലിന് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وَلْيَحْكُمْ أَهْلُ الْإِنْجِيلِ بِمَا أَنْزَلَ اللَّهُ فِيهِ وَمَنْ لَمْ يَحْكُمْ بِمَا أَنْزَلَ اللَّهُ فَأُولَئِكَ هُمُ الْفَاسِقُونَ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വിവാഹിതരായതിന് ശേഷം, വിവാഹം കഴിഞ്ഞതിന് ശേഷം വ്യഭിചാരം നടന്നു കഴിഞ്ഞാൽ, വിവാഹത്തിന് മുമ്പോ ശേഷമോ ഏത് തെറ്റ് ചെയ്താലും അതിൻ്റെ പരിഹാരം തൗബ ചെയ്യലാണ്, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക. അത് നിങ്ങൾ ആരോടും വിളിച്ചു പറയാൻ നിൽക്കണ്ട. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ ശിക്ഷ എന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ വന്നാൽ അതാണ് ശിക്ഷ. അത് കോടതി നടപ്പാക്കും. കോടതിയുടെ മുമ്പിൽ എത്തണമെങ്കിൽ ഒന്നുകിൽ ഇഖ്റാറും ബിൻ നഫ്സ്, ഒരാൾ സ്വയം വന്ന് സമ്മതിക്കണം. ഇല്ലെങ്കിൽ 4 സാക്ഷികൾ പച്ചയിൽ പറയണം,
ആ വ്യഭിചാരം നടക്കുന്നത് പച്ചയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആര് പറയണം? 4 വിശ്വസ്തന്മാർ. 4 കളുടിയന്മാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 4 അദിലുകളായ വിശ്വസ്തരായ ആളുകൾ വന്ന് സാക്ഷി പറയണം. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ 4 സാക്ഷികളാൽ തെളിയിക്കപ്പെട്ട ഒരു വ്യഭിചാര ആരോപണത്തിൻ്റെ ഒരു കേസ് പോലും നടന്നിട്ടില്ല എന്നാ. ഒരു കേസ് പോലും ഇല്ല. അതിൽ വേറൊരു ഹിക്മത്തുണ്ട്. കാരണം അത് 3 ആൾ കണ്ടാൽ പോലും പറയാൻ പാടില്ല. കാരണം ഹദ്ദും ഫിൽ ളുഹർ 80 ജൽദ, 80 അടിയടിക്കപ്പെടും. ഈ 4 ആളിൽ ഒരുത്തൻ നിസ്കാരമൊന്നും ഇല്ലാത്ത മനുഷ്യനാ. അങ്ങനെ 4 ആളാണ് കിട്ടിയത്. അപ്പോഴും ഈ 4 ആൾക്കും അടി കിട്ടും. സത്യസന്ധരായ 4 പേര് പറയണമെന്ന. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നറിയോ? ഇതൊന്നും പുറത്തു പറയേണ്ട വിഷയമല്ല. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യരുത്. ഇത്തരം വിഷയങ്ങൾ വാർത്തയായിട്ട് എന്ത് ഉപകാരമാണ് ജനങ്ങൾക്കുള്ളത്? വ്യഭിചാരത്തിൻ്റെ കഥ പല ആളുകളുടെയും പല രാഷ്ട്രീയ നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലാത്തവരെ ടാർഗറ്റ്, ഇത് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കിട്ടുന്നത്? പോസിറ്റീവാണോ? അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമം ഇതൊന്നും പൊതുനിരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. നിങ്ങൾക്ക് പറയേണ്ടതുണ്ടോ? കോടതിയുടെ മുമ്പിൽ വന്നുകൊണ്ട് മാത്രം പറയാം. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മിണ്ടാൻ പാടില്ല എന്നാ ഈ 4 പേരും. 4 പേരുണ്ടെങ്കിലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇയാൾ സ്വയം സമ്മതിക്കണം. അങ്ങനെ കോടതിക്ക് മുമ്പിൽ തെളിയിക്കപ്പെട്ടാൽ മുഹ്സനാണോ എന്ന് പറഞ്ഞാൽ വിവാഹിതനായ ആളാണോ, എറിഞ്ഞു കൊല്ലപ്പെടും. യാ അല്ലാഹ്. അങ്ങനെ സംഭവിച്ചതാണ് മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം. അങ്ങനെയാണ് ഗാമിജിയത്തായ പെണ്ണിൻ്റെ വിഷയത്തിൽ സംഭവിച്ചത്. അങ്ങനെയാണ് ഉഖ്ദു യാ ഉനൈസ്, അനസേ നിങ്ങൾ പോയി നോക്കൂ, ഫഇൻ അഖറത് ഫർജുംഹാ, ആ പെണ്ണ് സമ്മതിച്ചാൽ അവളെ എറിഞ്ഞു കൊല്ലുന്ന നിയമം നടപ്പാക്കണമെന്ന് പറഞ്ഞ 3 കേസുകൾ നിബിതങ്ങൾ മുസ്ലിമീങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ 2 എണ്ണം ഈ ജൂതന്മാരിലാണ്. പുണ്യനിബിതങ്ങൾ പറഞ്ഞു ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. അവര് പറഞ്ഞു നബിയേ ഞങ്ങൾക്ക് ഇളവ് വേണം. തങ്ങൾ പറഞ്ഞു എന്തിളവ്? തൗറാത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. തൗറാത്തിൻ്റെ നിയമം എന്താണ്? ആ നിയമം നടപ്പാക്കി കൂടെ എന്ന് ചോദിച്ചു. തൗറാത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. തൗറാത്ത് കൊണ്ടുവന്നു. അങ്ങനെ തൗറാത്ത് വായിക്കുന്ന ആള് അവരാദ്യം പറഞ്ഞു ലൈസ ഹാദാ ഹുക്മുല്ലാഹ് ലം തഹ്കും ബിഹുക്മില്ലാഹി യാ അബൽ ഖാസിം, മുഹമ്മദ് നബിയെ നിങ്ങൾ അള്ളാന്റെ നിയമമല്ലല്ലോ ഇവിടെ നടപ്പാക്കണത്, എറിഞ്ഞു കൊല്ലാന്നൊക്കെ നിയമമുണ്ടോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു കദബ്തും, നിങ്ങൾ കളവ് പറയാണോ? ഇന്നഹു ലഫി തൗറാത്ത്, അത് തൗറാത്തിലില്ലേ? തൗറാത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു തങ്ങൾ. ഇൻ കുൻതും സ്വാദിഖീൻ, ഞാൻ പറഞ്ഞ നുണയാണെന്ന് പറയുകയാണെങ്കിൽ തൗറാത്ത് കൊണ്ടുവരൂ, തൗറാത്തിലെ നിയമം ഇതല്ലേ? തൗറാത്ത് കൊണ്ടുവന്നു. അപ്പോൾ തൗറാത്ത് വായിക്കുന്ന ആൾ ഇങ്ങനെ വായിച്ച് തങ്ങൾ വായിക്കാൻ പറഞ്ഞു, വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തൗറാത്തിൻ്റെ ഭാഷയിൽ, സുരിയാനി ഭാഷയിൽ അതിങ്ങനെ വായിച്ച് ആ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞ നിയമത്തെ ഇപ്പോൾ ഈ വായിക്കുന്ന ആൾ വിരൽ വെച്ച് അവിടെ പൊത്തിവെച്ചു. അപ്പോൾ മഹാനായ സുഹാബി അബ്ദുല്ലാഹിബ്നു സല്ലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആദ്യം ജൂതപണ്ഡിതനായിരുന്നു. കാന ഹബ്റും മിനൽ അഹ്ബാർ, ഹിജറ കഴിഞ്ഞ് വന്ന ഉടനെ ഇസ്ലാം സ്വീകരിച്ച ജൂതനായിരുന്ന പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹിബ്നു സല്ലാം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു സലാം 2 നിലക്ക് അഫ്ഷുസ്സലാം എന്ന് പറഞ്ഞ ഹദീത്ത് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി. മഹാനവറുകൾ ജൂതനാണ്, അവർക്ക് തൗറാത്തിന്റെ ഭാഷ അറിയും. മഹാൻ പറഞ്ഞു നബിയെ ആ നിയമം ഇയാൾ പൊത്തിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു ഇർഫ ഇസ്ബഅക്, വിരലുയർത്ത് എന്ന് പറഞ്ഞു. ഫഇദാ തഹ്തഹാ ആയത്തുർ റജ്ം, എറിഞ്ഞു കൊല്ലണം എന്ന നിയമം ആ വിരലിനടിയിൽ മറച്ചുവെച്ചതിൽ ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹദ് അലൽ മുഹ്സനൈനി അല്ലദീന സനയാ മിൻഹും, ആ നിയമം നടപ്പാക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നടപ്പാക്കുമ്പോഴും നമ്മുടെ സഹോദര സമുദായമല്ലേ, അവരുടെ ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ ഒരല്പം ഇളവ് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ നിയമത്തെ ഒന്ന് മാറ്റിവെക്കാം. തങ്ങൾ ചെയ്തില്ല. എന്തേ? ലഹദ്ദുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലി അഹ്ലിഹാ മിൻ അൻ യുംതറു സബ്താ. ലഹദ്ദുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലി അഹ്ലിഹാ മിൻ അൻ യുംതറു സബ്താ. അല്ലാഹുവിൻ്റെ ഹദ് നടപ്പാക്കപ്പെടേണ്ടതാണ്. ഫലാ വറബ്ബിക് فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. മുസ്ലിമീങ്ങളോട് ഇത്രമേൽ
കടപ്പെട്ടിരിക്കുന്ന ഒരായത്ത് വേറെയുണ്ടോ? നമ്മുടെ ഏത് വിഷയങ്ങളിലും ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ നിയമം ഇന്നതാണ്, ശരീഅത്തിന്റെ നിയമം ഇന്നതാണ് എന്ന് പറയുന്നതോടുകൂടെ നമ്മുടെ എല്ലാ ഈഗോകളും എടുത്തു വെക്കണം. അവിടെ ഈഗോകൾ മാറ്റിവെക്കണം. പിന്നെ ഈഗോ ഭരിക്കാൻ വരരുത്. അവിടെ നമ്മൾ കീഴ്പ്പെടണം. നമ്മൾ ചെയ്യുന്ന പണി അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് വന്നാൽ അവിടെ നിർത്തണം ആ പണി. പിന്നെ എനിക്കിത്ര ഓഡിയൻസ് ഉണ്ടല്ലോ, എനിക്കിത്ര ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഞാൻ അവരൊക്കെ ഇപ്പം എന്താ വിചാരിക്കുക? അള്ളാഹിൻ്റെ മുമ്പിൽ ഹിസാബിന് നിൽക്കുമ്പോൾ നീ എന്ത് വിചാരിക്കും? അത് ആലോചിച്ച പോരെ. ഗീബത്തും നമീമത്തും പരദൂഷണവും പരസ്പരം പഴിചാരലും തെറി പറയലും അസഭ്യം പറയലും, അയാൾ തെറ്റ് ചെയ്തു, ഈ മനുഷ്യൻ തെറ്റ് ചെയ്തു, ആ ഫോട്ടോ, ഈ വീഡിയോ, അത് ഇത് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ, അത് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ നീ കേൾക്കണം. ഒരു കാലഘട്ടം വരും, ഇപ്പോൾ ആരൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ അടുത്തൊരു തലമുറ വരുമ്പോൾ ഒരു പറയും, പടച്ചോനെ ആ മനുഷ്യന്മാർ ഇവരെക്കാളൊക്കെ എത്ര നല്ല മനുഷ്യന്മാരായിരുന്നുല്ലേ, എന്നിട്ട് അവരെ നമ്മൾ വെറുതെ വിട്ടില്ലല്ലോ. ഓരോ കാലഘട്ടത്തിൻ്റെയും ചില ദുരന്തം അതാണ്. നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ തിരുത്താൻ കഴിയില്ല. ഫലാ വറബ്ബിക്, അല്ലാഹുവേ പുണ്യനബിയെ അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹു പറയാൻ, ലാ യുഅ്മിനൂൻ, ഈമാൻ പരിപൂർണമാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, മുഅ്മിനീങ്ങൾക്കിടയിലുണ്ടായ വിഷയങ്ങളിൽ നബിയെ അങ്ങയുടെ വിധി എന്താണോ ആ വിധിയെ അംഗീകരിക്കാതിരുന്നാൽ അവരുടെ ഈമാൻ പോലും ശരിയല്ല. ഞാൻ പറയട്ടെ, ഗീബത്ത് പറയാന്ന് പറഞ്ഞത് ഹലാലാണെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിന് വിശ്വാസമുണ്ടോ? ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ ഉള്ള ഒരു കുറ്റം പൊതുജനങ്ങളോടോ ആ മനുഷ്യൻ്റെ പുറത്തുള്ള ആളുകളോടോ പറയലിനല്ലേ ഈ ഗീബത്ത് എന്ന് പറയാ? ഇല്ലാത്തൊരു കുറ്റം ഒരു മനുഷ്യനിൽ ഇല്ല, ആ മനുഷ്യൻ ചെയ്യാത്ത കാര്യമാണ്, അത് പറയുന്നതിന് ബുഹ്താൻ എന്നാണ് വിളിക്കുക. അത് ഗീബത്തിനേക്കാളും ഗുരുതരമായ മറ്റൊരു തെറ്റാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യനിൽ ഉള്ള കുറ്റം പറയലാണ്. അത് മുഅ്മിനീങ്ങൾ പരസ്പരം പറയരുത്. ഇതല്ലേ അല്ലാഹുവിൻ്റെ നിയമം. അയുഹിബ്ബു ബഅദുകും അൻ യഅകുല ലഹ്മ അഖീ, നിങ്ങളുടെ സഹോദരന്റെ മാംസം തിന്നാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഖുർആൻ ചോദിക്കുന്നില്ലേ? ആർക്കെങ്കിലും ഇവിടെ ഏത് പക്ഷക്കാരാവട്ടെ, ഏത് വിഭാഗക്കാരാവട്ടെ, ഗീബത്ത് പറയൽ ജായിസാണ്, അങ്ങനെ ഒരു പുതിയ ആയത്തിറങ്ങിയത് ആർക്കെങ്കിലും അറിയോ? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ആ ഗീബത്ത് പറയൽ പൊതുവേദികളിലോ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ലൈവിലോ അല്ലാതെ ഡഡിലോ, ഇതൊന്നും എവിടെയാണ് ഇത് ഹലാലാക്കിയത്? എവിടെയാണ് ഹലാലാക്കിയത്? ഇല്ലാ മൻ ദുലിം. ഖുർആൻ പറഞ്ഞില്ലേ, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ ഇല്ലാ മൻ ദുലിം. എന്താണ് ആയത്തിന്റെ അർത്ഥം? നിങ്ങൾക്കൊരു അന്യായം സംഭവിച്ചാൽ ആ അന്യായം ജഡ്ജിയുടെ മുമ്പിൽ ബോധിപ്പിക്കാനല്ലാതെ മോശപ്പെട്ട ഒരു കാര്യം ഒരാളെ പറ്റിയും പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്കൊരു അന്യായമുണ്ടായി, ആ അന്യായം നിങ്ങൾ വിളിച്ചു പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ഇല്ലാ മൻ ദുലിം. ആ ആയത്തിന്റെ തഫ്സീർ എന്താ? നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി കോടതിയുടെ മുമ്പിൽ വന്ന് നിങ്ങൾ പറയുന്ന വാക്കൊഴികെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞടക്കാൻ പാടില്ല എന്നാ. ഓ അത് ചെയ്തു, മറ്റോ ഇത് ചെയ്തു, അവിടെ ഇരുന്നു, അവിടെ നോക്കി, ഇവിടെ കണ്ടു, അവിടെ അത് പറഞ്ഞോലോ, ഇത് ചെയ്യാൻ പാടില്ല. അപ്പോ അഹ്ലുസുന്ന വൽ ജമാഅ ഈ ദീനിന്റെ മുഖ്യധാരയാണ്. ഈ മുഖ്യധാരയിൽ നിലകൊള്ളുന്ന ആർക്കെങ്കിലും അവകാശമുണ്ടോ ഗീബത്ത് നമീമത്തൊക്കെ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ഹലാലാക്കിക്കണമെന്ന്? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ, അറിയാൻ വേണ്ടി ചോദിക്കുക. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻ, മഹാനവറുകളെ നബി തങ്ങൾ യമനിന്റെ ജഡ്ജായി പറഞ്ഞയക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ ഹീന വല്ല അലിയൻ ലിഖളാഇ ഫിൽ യമൻ, യമനിൽ ഖാദിയായി നിയമിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, പക്ഷേ അറിവിന്റെ നിറകുടമാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തുവല്ലീനി അൽ ഖളാഅ വ അന ശാബുൻ ഹദസുൻ ലാ അദ്രി മൽ ഖളാ. ഞാനൊരു ചെറുപ്പക്കാരനല്ലയോ നബിയേ? ജഡ്ജ് എന്ന് പറയുന്നത്, വിധിന്യായം എന്ന് പറയുന്നത്, ജഡ്ജ്മെന്റ് എന്ത് എന്നൊന്നും അറിയാത്ത
ചെറുപ്രായക്കാരനായ എന്നെ യമനിന്റെ ഖാദിയായി അങ്ങ് നിയമിക്കുകയാണോ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആരാ നിയമിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാ നിയമിക്കുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ. അപ്പം അലിയാർ തങ്ങൾ ചെറുപ്പക്കാരനാണ്. ഷാബുൻ ഹദസ്. തങ്ങളെ എനിക്കതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തങ്ങളൊരു ദുആ ചെയ്തു കൊടുത്തു. നമ്മൾ ചില കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ ഒരു ധൈര്യം കിട്ടാതിരിക്കുമ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു ദുആയാണിത്. ഒരു എക്സാം എഴുതാൻ പോവാണ്, കിട്ടുമോ ജയിക്കോ, അല്ലെങ്കിൽ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുകയാണ്, ആ കാര്യം നടക്കുമോ ഇല്ലേ, പേടിയും ബേജാറും വെപ്രാളൊക്കെ കാണിക്കുമ്പോൾ പുണ്യനിബിതങ്ങൾ ദുആ ചെയ്തു കൊടുത്ത ദുആയുണ്ട്. اللهم ثبت جنانه وسدد لسانه اللهم ثبت جنانه وسدد لسانه. പടച്ചവനെ, അലിയാര് തങ്ങളുടെ മനസ്സിന് ഉറപ്പ് കൊടുക്കണമേ. അലിയാര് തങ്ങളുടെ നാവിന് അല്ലാഹുവേ സത്യം സത്യമായും ന്യായം ന്യായമായും വ്യക്തമായും പറയാനുള്ള തൗഫീഖ് കൊടുക്കണമേ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ ശകക്തു ഫിൽ ഖദിയതി ബഅദു. പുണ്യനബി തങ്ങളുടെ ഈ ദുആഇന് ശേഷം എനിക്ക് വിധി പറയുന്നതിൽ ഒരു സംശയവും വന്നിട്ടില്ല. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ചെയ്തു കൊടുത്ത ദുആയാണ് അല്ലാഹുമ്മ തബ്ബിത് ജനാനഹു വസദ്ദിദ് ലിസാനഹു. നാവിന് കരുത്ത്, അതുപോലെ മനസ്സിന് ഉറപ്പ്, ഇത് രണ്ടും അലിയാർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ് അലിയാർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. അതുകൊണ്ടാ തങ്ങൾ പറയാറുള്ളത്, അഖ്ലാഖും അലി. നിങ്ങളിൽ സ്വഹാബികളെ, നിങ്ങളിൽ വിധി പറയാൻ ഏറ്റവും കഴിവുള്ള, പക്വതയുള്ള, യോഗ്യതയുള്ള ഏറ്റവും നല്ല ഖാദി അലിയുൻ, അലിയാരാൻ. അഖ്ലാഖും അലി വഅഖറഉകും ഉബൈ. നിങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം അത്രമേൽ മനോഹരമായി അതർഹിക്കുന്ന ഖുർആനിന്റെ ബഹുമതിയും വിശുദ്ധ ഖുർആനിന്റെ അറിവുമുള്ള ഖുർആൻ പണ്ഡിതനാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അഖറഉകും ഉബൈ വഅലമുകും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ഇബ്നു ജബൽ. ഹലാലും ഹറാമും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനാണ്. സ്വഹാബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരുടെ കഴിവനുസരിച്ചുകൊണ്ട് നബി തങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു എന്നാണ്. അപ്പം നമ്മൾ കോളേജൊക്കെ ആകുമ്പോൾ നമ്മുടെ മത്സരങ്ങളൊക്കെ ഉണ്ടാവൂലേ, നമ്മുടെ സാഹിത്യ മത്സരത്തിന് എന്താ പറയല്, സർഗലയല്ല, എന്താണ് നമ്മൾ കോളേജിലൊക്കെ സിബാക്കിലൊക്കെ കൂടാറില്ലേ? ഇല്ലേ? അൽഹംദുലില്ലാഹ്. വന്നിരിക്കുകയാണല്ലേ, അൽഹംദുലില്ലാഹ്.